നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ അനിൽ വെണ്ണിയിലാണ്. സ്വാഗതം. നമസ്കാരം. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് ബ്രിക്സ് വനിതാ മന്ത്രിമാരുടെ ഒരു സമ്മേളനം നടന്നത്. അപ്പോൾ ബ്രിക്സിന് വളരെയധികം സമകാലികമായ പ്രസക്തിയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബൽ പരിവിഷൻ, അന്തർദേശീയ രംഗത്ത് ഇന്റർനാഷണൽ റിലേഷൻ സമയത്ത് വളരെ ശക്തമായൊരു റോളുണ്ട് ബ്രിക്സിന്. ബ്രിക്സ് വലിയ ശക്തമായ മുന്നേറ്റം തന്നെയാണ്. ഇപ്പോൾ G20 അല്ലെങ്കിൽ G7 ഒക്കെ പോലെ വളരെ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് നമുക്ക് പറയാവുന്ന രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങളല്ല യഥാർത്ഥത്തിൽ ഇന്ന്, അത് മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തികമായ ശേഷിയുള്ള രാജ്യങ്ങൾ ബ്രിക്സിലാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ബ്രസീലുണ്ട്, അപ്പോൾ ഈ നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അന്തർദേശീയ തലത്തിൽ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം ശക്തമായ ഒരു ഓർഗനൈസേഷനായ ബ്രിക്സ്, ആ ബ്രിക്സിന്റെ വനിതാ മന്ത്രിമാരുടെ ഒരു യോഗമാണ് കൊച്ചിയിൽ നടക്കുന്നത്, നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത്. അതിന് എന്താണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രാധാന്യം? ബ്രിക്സിനെ പറ്റി പറയുമ്പോൾ ട്രംപ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ഓർഗനൈസേഷനാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ അമേരിക്കയുടെ USA പൊട്ടൻഷ്യൽ എനിമീസ് എന്നവർ പറയുന്ന അമേരിക്കയുടെ പൊട്ടൻഷ്യൽ എനിമീസ് ആയിട്ടുള്ള റഷ്യയും ചൈനയും ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഏറ്റവും എമർജിങ് ആയിട്ടുള്ള ഒരു വേൾഡ് എക്കണോമി ആയിട്ടുള്ള ഇന്ത്യയെ കൂടെ അതിൽ കൂടുകയും ഇന്ത്യയെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമായ ബ്രസീലും കൂടെ ചേരുകയും ചെയ്തപ്പോൾ തന്നെ ഇതൊരു വലിയ സംഭവമായിട്ട് മാറി. മാത്രമല്ല അതിനുശേഷം ഇതിൽ സൗത്ത് ആഫ്രിക്കയും കൂടെ ചേർന്നപ്പോൾ ഒരു ലോകത്തെ ഇന്ന് UN കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഒരു കോൺഗ്ലോമറേറ്റ് എന്ന് പറയാം, അത് ബ്രിക്സ് ആണ്. മാത്രമല്ല ബ്രിക്സ് സ്വന്തമായിട്ട് നാണയം കൂടെ കൊണ്ടുവരുന്നു എന്ന് കേട്ടപ്പോൾ ബ്രിക്സിന് ഭ്രാന്ത് ഇളകി എന്ന് വേണം പറയാം. കാര്യം ഡോളറിനെ കവച്ചു വെക്കുന്ന ഒരു രീതിയായി മാറും. ഇപ്പോൾ തന്നെ ബ്രിക്സിലെ പല രാജ്യങ്ങളും തമ്മിൽ അവരവരുടെ, ഇപ്പോൾ ഇന്ത്യയും ബ്രസീലുമായിട്ട് നടത്തുന്ന ഡീലുകൾ നമ്മൾ രൂപയിൽ നടത്താൻ ബ്രസീൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയും റഷ്യയുമായിട്ട് നടത്തുന്ന ഡീലുകളിൽ പണ്ട് തന്നെ ഇന്ത്യൻ രൂപയിൽ, റഷ്യയുടെ തകർച്ചയോടെ തന്നെ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള തകർച്ചയിൽ ഇന്ത്യൻ രൂപ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഒരു എക്കണോമിയായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഡോളറിന് തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു പ്രതിയോഗിയായിട്ട് ഇത് മാറുന്നു എന്നുള്ളൊരു പേടി ശ്രീ ട്രംപിന് ഉണ്ടായിരുന്നു. അതുമല്ല, ബ്രിക്സിനെ എവിടെയൊക്കെ അപമതിക്കാൻ പറ്റുമോ അവിടെയൊക്കെ അവമതിക്കാനും ഭീഷണിപ്പെടുത്താനും അപായപ്പെടുത്താനും ഒക്കെ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എതിരിടുന്നത് അമേരിക്ക എന്നുള്ള ഒരു വേൾഡ് പവറിനോടാണ് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം നേരിടുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊച്ചിയില്, നമ്മുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള കൊച്ചിയില് ഇതിന്റെ ഒരു സമ്മിറ്റ് നടക്കുകയാണ് അടുത്ത 3 ദിവസം. അത് ബ്രിക്സിന്റെ നമ്മൾ പറയുന്ന ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന പോയിട്ട് നമ്മുടെ സൗത്ത് ആഫ്രിക്കയും കൂടെ അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇത്രയും ചേർന്നാൽ നിലവിലുള്ള ബ്രിക്സ് രാജ്യങ്ങൾ. പക്ഷേ നമ്മളോട് കൂടി ചേരാൻ വേണ്ടിയിട്ട് സൗദി, UAE, ഈജിപ്റ്റ് തുടങ്ങിയ 10ഓളം രാജ്യങ്ങൾ നമ്മുടെ അസോസിയേറ്റ് മെമ്പറായിട്ട്, ഈ ബ്രിക്സിന്റെ അസോസിയേറ്റ് മെമ്പറായിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഈ ബ്രിക്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്രിക്സിലെ വനിതാ മന്ത്രിമാരുടെ ഒരു സമ്മിറ്റ് കേരളത്തിൽ നടക്കുന്നത്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കേന്ദ്രമന്ത്രി ശ്രീമതി അന്നപൂർണേശ്വരി അതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്രയോജനകരമായിട്ടുള്ള ഡെലിബറേഷൻസ് ഈ മീറ്റിങ്ങിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സ്ഥലം ഇതിന് വേദിയാവുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് എന്താ പറയുന്ന ഭൂപടത്തില് കൊച്ചി വരുന്നത് ഒരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ല, ഒരു ഫെമിനിസ്റ്റിക് ആംഗിൾ ഇപ്പോൾ വനിതാ മന്ത്രിമാരുടെ ആണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഒരു സ്ത്രീ പ്രാതിനിധ്യം, ഒരു ഉയർന്നു വരുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിന് വളരെയധികം പങ്കുണ്ട്. അന്താരാഷ്ട്ര രംഗത്ത് ലോകവ്യാപകമായിട്ട് സ്ത്രീകളുടെ വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു പെർഫോമൻസ് നിലനിൽക്കുന്ന ഒരു കാലമാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെ ബ്രിക്സിലെ വനിതാ മന്ത്രിമാർ അവിടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ എന്ത് തരം കാര്യങ്ങളായിരിക്കാം ബ്രിക്സ് അവിടെ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യത?
അല്ല, അതിന്റെ ഒരു ഡീറ്റെയിൽസ് അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. കാര്യം അതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. എന്തായാലും ഇന്നോ നാളെയോ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ അവരുടെ ചർച്ചാ വിഷയങ്ങളുമായിട്ട് നമുക്ക് പുറത്തോട്ട് വരാം. നമ്മള് കൊച്ചിയുടെ തന്ത്രപ്രധാനമായ ഒരു ഒരു റോള്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സില് കൊച്ചിക്ക് തന്ത്രപ്രധാനമായ ഒരു റോൾ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തൽക്കാലം ഇതിനകത്തുള്ള ഒരു പ്രത്യേകത. എന്തായാലും ഫെമിനിസ്റ്റിക് ആംഗിൾ മാത്രമല്ല, സ്ത്രീകൾ നേരിടുന്ന മറ്റു പല വിഷയങ്ങളെ പറ്റിയിട്ടും, പ്രത്യേകിച്ച് ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന പല വിഷയങ്ങളെ പറ്റിയിട്ടും, അതില് ചില രാജ്യങ്ങൾ ആൾറെഡി ഒരു യുദ്ധത്തിന്റെ, ഇറാനും ഉണ്ട് അതിന്റെ കൂടെ. ഇപ്പം ലോകത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്ന 2 രാജ്യങ്ങൾ ഇതിലുണ്ട്, ഒന്ന് റഷ്യയും ഒന്ന് ഇറാനുമാണ്. അപ്പൊ അവിടെയൊക്കെ നേരിടുന്ന വനിതകൾക്കുള്ള, അവിടെയൊക്കെ ഈ യുദ്ധത്തിന്റെ ഇരകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വനിതകളും കുട്ടികളുമാണ്, അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് എപ്പോഴും ഇതിന്റെ ഇരകളായിട്ട് വരുന്നത്. അപ്പോ യുദ്ധം, സമാധാനം, ഇത്തരം കാര്യങ്ങൾ, പിന്നെ സ്ത്രീകളുടെ മുന്നേറ്റം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ചർച്ചകളിൽ മുന്നോട്ട് വരും. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുമായിട്ട് നമുക്ക് നാളെ വീണ്ടും നമുക്ക് കാണാം.